ഞാൻ നിന്നോട് പറഞ്ഞൊക്കെ കളവാ. നിന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനിനി എന്റെ ഭാര്യയെ മാത്രമേ സ്നേഹിക്കൂ. നമുക്കിടയിലുള്ള എല്ലാ ബന്ധവും ഇവിടെ അവസാനിക്കണം. നിനക്കിന്റെ ചേച്ചി ഇപ്പോഴും പേടിയാണല്ലേ? നമ്മുടെ സ്നേഹത്തിന്റെ ആഴം എത്രയാണെന്ന് ചേച്ചിക്ക് അറിയില്ല. ചേച്ചിയെ കൊണ്ട് ഞാൻ നിന്നോട് സോറി പറയിപ്പിക്കാം. അവിനാശ്, ചേച്ചി പറയിച്ചി, അവിനാശിനോട് സോറി പറയിച്ചി. ചേച്ചി, എനിക്ക് ഇതിലെല്ലാം ജീവിക്കാൻ പറ്റില്ല. ആരും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വന്നത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാ. എന്റെ ഭാര്യയേക്കാൾ വലുതായി എനിക്ക് ഈ ലോകത്തൊന്നുമില്ല. നിനക്ക് വേണ്ടി എന്റെ ഭാര്യയെ മറക്കാനൊന്നും എനിക്ക് പറ്റില്ല. നോക്ക്, ഇതുവരെയുള്ള എല്ലാം നമുക്ക് പരസ്പരം മറക്കാം. ചതിക്കായിരുന്നല്ലേ? നീ എന്നെ ചതിക്കായിരുന്നല്ലേ? നിനക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചോളാ ഞാനില്ലാതെ ജീവിക്കില്ലെന്ന് നീ എത്ര വട്ടം പറഞ്ഞു. എന്നെ കാണുന്നത് നിന്റെ ആശ്വാസം നീ എത്ര വട്ടം പറഞ്ഞു. പറഞ്ഞു, പല വട്ടം പറഞ്ഞിട്ടുണ്ടാവാ. അതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച നീ ഒരു വിഡ്ഢിയാ. ഭാര്യയുള്ള എന്നെ പ്രേമിക്കാൻ നിനക്ക് നാണമില്ലേ? നോക്ക്, ഇനി മേൽ എന്റെ പിന്നാലെ വരരുത്, എന്നെ വിളിക്കരുത്. എനിക്കിനി ടെൻഷൻ അനുഭവിക്കാൻ വയ്യ. എനിക്ക് എന്റെ ജീവിതമാ വലുത്, ജോലിയാ വലുത്. നീ അതിനോട് തടസ്സവാ. അതുകൊണ്ട് നീ എന്റെ ജീവിതത്തിൽ വേണ്ട. നിന്നെ ഞാനിവിടെ ഉപേക്ഷിക്കുന്നു. ഇനി എന്നെ തേടി വരരുത്. ഗുഡ് ബൈ. പ്രിയ, ഇവന്റെ തനി സ്വഭാവം ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? നീ പ്രേമിച്ചവൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? നീ ഭാര്യയെ മറക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവൻ നിന്നെ സ്നേഹിച്ചത്? രണ്ടാം ഭാര്യയാക്കാനോ? സാഹചര്യം പരമാവധി മുതലാക്കിക്കോടി. പക്ഷേ ഇതിനൊക്കെ നീ അനുഭവിക്കും. നീ എനിക്കിട്ട് തന്ന പണി നന്നായി ഏറ്റു. ഇത് ഞാൻ 10 ഇരട്ടിയായിട്ട് തിരിച്ചു തരും. നോക്കിക്കോ. ഇനി ഇവക്ക് പിന്നാലെ എങ്ങാനും നീ വന്നാ ഇതിന്റെ 100 ഇരട്ടി നീ അനുഭവിക്കും. ഇറങ്ങിപ്പോടാ. മോളെ, എനിക്കിപ്പോ ചേച്ചി പറഞ്ഞത് വിശ്വാസമായില്ലേ? ചേച്ചി, എന്നോട് ക്ഷമിക്ക് ചേച്ചി. എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിച്ചാ മതി. നോക്ക്, അങ്ങനെ പറയല്ലേ. നിനക്ക് ഞാനുണ്ട്, ഈ ചേച്ചിയുണ്ട്. മോള് വിഷമിക്കല്ല. നിങ്ങൾ വാക്ക് പാലിച്ചു. നിങ്ങളോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതിനുവേണ്ടിയാ 3 പേരെയും ഒരുമിച്ച് വിളിപ്പിച്ചത്. എന്തിനാ DK ഈ സസ്പെൻസ്? വധുവിന് അണിയാനുള്ള സാരികളും ആഭരണങ്ങളും എല്ലാം ഞങ്ങൾ സെലക്ട് ചെയ്തു. എന്നാ ആ വധു ആരാണെന്ന് മാത്രം DK ഞങ്ങളോട് പറയുന്നില്ല. നിങ്ങളൊരു ചുമതല സ്വയം ഏറ്റെടുത്തു. രാവും പകലും അതിനുവേണ്ടി അങ്ങേയറ്റം കഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും നിങ്ങൾ തോറ്റുപോയി. സുപ്രിയയുടെ ആഗ്രഹം പോലെ എനിക്കൊരു വധുവിനെ കണ്ടുപിടിക്കാൻ
നിങ്ങൾക്കിനിയും സാധിച്ചില്ല. അതുകൊണ്ട് ആ ചുമതല ഞാൻ സ്വയം ഏറ്റെടുത്തു. ആരാ മോനെ പെൺകുട്ടി? പറയണ കണ്ണ, ടെൽമി, ഞങ്ങളോടൊന്ന് അറിയട്ടെ. ബോളെ ബേട്ടാ. ആഹാ, അത് ശരി. അപ്പൊ അമ്മയ്ക്കും അറിയില്ലേ? പിന്നെ അറിയാന്ന് നേരത്തെ പറഞ്ഞതോ? അത് ഞാൻ നിങ്ങളെ ചുമ്മാ പറ്റിച്ചല്ലയോ? സില്ലി ഗേൾസ്. അയ്യേ, ചമ്മിപ്പോയി. പറ കണ്ണ, ആരാ നിന്റെ സെക്കൻഡ് വൈഫ്? എല്ലാം പറയാം. അമ്മയ്ക്കൊരു നല്ല മരുമകളെയും ഈ മരുമക്കൾക്ക് ഒരു നല്ല അമ്മായിയമ്മയും ഞാൻ തന്നെ സെലക്ട് ചെയ്തു. അമ്മയുടെ ബർത്ത്ഡേ അല്ലേ അടുത്ത ദിവസം. ബർത്ത്ഡേ ഫംഗ്ഷനിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ അവളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. ബർത്ത്ഡേ ഫംഗ്ഷനോ? അങ്ങനെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ. അതൊരു സർപ്രൈസായി കൂട്ടിക്കോളൂ. എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തെന്നോ? ബ്യൂട്ടിഫുൾ മൈ സൺ, യു ആർ ഗ്രേറ്റ്. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ മറ്റുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പരിചയപ്പെടുത്തണ്ടേ? അതിനുവേണ്ടി കൂടിയാ അമ്മയുടെ ബർത്ത്ഡേക്ക് ഇങ്ങനൊരു ഫംഗ്ഷൻ സംഘടിപ്പിച്ചത്. മായ, ഇതാണ് വിളിക്കേണ്ട ഗസ്റ്റുകളുടെ ലിസ്റ്റ്. എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷായില്ലേ? ഈ വിശേഷങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞില്ലല്ലോ എന്നൊരു സങ്കടമുണ്ട്. അതെ, ഇവര് പറയുന്നതിലും കാര്യമുണ്ട് ദേവ. ഞാൻ ഇവരും കൂടെ ഒക്കെ പോയി പെണ്ണിനെ കണ്ട് ഫിക്സ് ചെയ്യുന്നല്ലേ അതിന്റെയൊക്കെ ഒരു രീതി. അതൊന്നും സാരമില്ലമ്മേ. ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് ഈ സസ്പെൻസ് എല്ലാം പൊളിയും. ഇതെന്താ DK ഈ പേര്? ജ്യോതി? ആ അഹങ്കാരി എന്തിനാ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്? DK അത്രയ്ക്ക് അപമാനിച്ചവളവള്. അവളെ നമുക്ക് ഈ ഫംഗ്ഷനിൽ നിന്ന് ഒഴിവാക്കാം. പാടില്ല. ആ ലിസ്റ്റിൽ നിന്ന് ആദ്യം ഇൻവൈറ്റ് ചെയ്യേണ്ടത് ജ്യോതിയും കുടുംബത്തെയുമാണ്. സന്തോഷമായി ദേവ, എനിക്ക് വലിയ സന്തോഷമായി. മേത്തോ ബഹുത്ത് ഖുഷി. കൃഷ്ണ, ഗുരുവായൂരപ്പാ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. ആ, പിന്നൊരു കാര്യം. ഈ ലിസ്റ്റിൽ നിന്ന് ആരെങ്കിലും ഒഴിവാക്കാനോ പുതിയ ആരെങ്കിലും ചേർക്കാനോ നിങ്ങൾക്ക് അവകാശമില്ല. ഇന്ന് തന്നെ എല്ലാവരും വിളിച്ചു തുടങ്ങിക്കോളൂ. ആ, ഒരു കാര്യം കൂടി. ജ്യോതിയും കുടുംബത്തെയും ഫോണിലല്ല വിളിക്കേണ്ടത്. നിങ്ങൾ 3 പേരും കൂടി നേരിട്ട് ആ വീട്ടിൽ പോയി ക്ഷണിക്കണം. കാരണം ആ ഫംഗ്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗസ്റ്റുകൾ അവരാണ്. നല്ല 8ന്റെ പണിയാണല്ലോ മായച്ചി DK നമുക്ക് തന്നത്. നമ്മൾ അവളെ പോയി വിളിക്കാനോ? ഓർത്തിട്ട് എനിക്ക് നാണക്കേടാവുന്നു. ഇത് നമ്മളെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്ന എന്റെ സംശയം. ആ ഫോട്ടോയ്ക്ക് പിന്നിലെ രഹസ്യം എന്താണെന്ന് നമുക്കിപ്പോഴല്ലേ മനസ്സിലായത്. അതുകൊണ്ട് അവളെ വിളിക്കാൻ പോകേണ്ടത് നമ്മള് തന്നെയാ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും പറഞ്ഞെന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കാനാണോ? അയ്യോ അല്ലല്ല, ഞാൻ വീണ്ടും ഒരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാ. വീണ്ടും താങ്ക്സോ? ആ, ഒരു തവണ എന്റെ അനിയത്തിയുടെ ജീവൻ രക്ഷിച്ചതിന് ഞാൻ താങ്ക്സ് പറയാൻ വന്നില്ലേ, അതുപോലെ ഇപ്പോഴും ഒരു താങ്ക്സ് പറയാനാ വന്നത്. ശരി, വരവ് വെച്ചിരിക്കുന്നു. അങ്ങനെ ഒറ്റ വാക്കിൽ പറയാതെ ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക്. എന്താ നിനക്ക് പറയാനുള്ളത്? അയാള് വീട്ടിൽ വന്ന് മാപ്പ് പറഞ്ഞു. ആര്? അവിനാശ്. എനിക്ക് എന്റെ ജീവിതമാ വലുത്, ജോലിയാ വലുത്.
നീ അതിനോട് തടസ്സവാ. അതുകൊണ്ട് നീ ഇനി എന്റെ ജീവിതത്തിൽ വേണ്ട. ഗുഡ് ബൈ. ഇനിമേലിൽ അയാളുടെ ഒരു ശല്യം ഉണ്ടാവില്ല എന്നും പറഞ്ഞു. അങ്ങനെ തീർത്തങ്ങ് വിശ്വസിക്കണ്ട. ചവിട്ടേറ്റ പാമ്പാണവൻ. നല്ല വിഷമുള്ള ജാതിയാ, സൂക്ഷിക്കണം. ഇനി അവൻ വരില്ല, എനിക്ക് ഉറപ്പാ. എന്റെ അനിയത്തിക്കും ഇപ്പഴാ കാര്യം മനസ്സിലായത്. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ശരി ശരി, ഇനി പൊയ്ക്കോ, എനിക്ക് അല്പം ജോലിയുണ്ട്. എന്തൊരു മുരടനാ അയാള്. എന്താ പറഞ്ഞത്? ഏയില്ല, അത് ഒരു കടം കൂടി ബാക്കിയുണ്ടെന്ന് പറയായിരുന്നു. എന്ത് കടം? ഓ, അന്ന് എന്നെ പറ്റിച്ചു കൊണ്ടുപോയ കേക്കിന്റെ കാശാണോ? പറ്റിച്ചോ? ആര് പറ്റിച്ചു? അത് നിങ്ങൾ തരേണ്ട കേക്കിന്റെ കാശ് തന്നെയാ. ഞാൻ നിങ്ങളെ പറ്റിച്ചിട്ടൊന്നുമില്ല. ഇത് വേറൊരു കാര്യോ. എന്ത് കാര്യം? അത് ഒരു സോറി. സോറിയോ? എന്തേ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ലേ? അത് എന്തിനാന്നാ ചോദിച്ചത്? അന്ന് ബർത്ത്ഡേക്ക് കേക്ക് മുഖത്ത്, അതിന് സോറി. നിങ്ങളെ ഞാനെന്ന് വല്ലാതെ തെറ്റിദ്ധരിച്ചു. മനസ്സിൽ കാട്ടുപോത്തുന്നവരെ വിളിച്ചു. എന്നിട്ടും ദേഷ്യം തീരാതെ മരങ്ങോടനും വിളിച്ചു. ഭാവിയിലും നിങ്ങൾ എന്നെ ഇങ്ങനെ സഹായിക്കുമെന്ന് ഞാൻ അന്ന് കരുതിയില്ല. നിങ്ങൾ ചെയ്ത ഹെൽപ്പ് ഞാൻ ജീവിതത്തിൽ മറക്കില്ല. അതുകൊണ്ട് ഇന്ന് വരെ നിങ്ങളോട് ചെയ്ത എല്ലാ തെറ്റിനും ചേർത്ത് ഒരു വലിയ സോറി. ഇപ്പോഴെനിക്ക് സമാധാനായത്. മതി മതി, ഇപ്പൊ നിന്റെ അനിയത്തിയുടെ എല്ലാ പ്രശ്നവും തീർന്നില്ലേ? അതെ, തീർന്നു. ഞാനിത് നിനക്കൊരു ഹെൽപ്പായിട്ട് ചെയ്തതല്ല. പിന്നെ അതൊരു ഡീല. ഞാനും നീയും തമ്മിലുള്ള ഡീല്. അതില് നീ പറഞ്ഞ കാര്യം ഞാൻ ഭംഗിയായിട്ട് ചെയ്തു. ഇനി ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യണം. അത് സിമ്പിൾ അല്ലേ? പറയൂ, ഞാൻ എന്താ ചെയ്യണ്ടേ? പറയ. എന്റെ അനിയത്തിയുടെ ജീവൻ രക്ഷിച്ചതിന് പകരമായിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു 2 ആഴ്ച, ഇല്ലെങ്കിൽ വേണ്ട 1 മാസം ഞാൻ നിങ്ങളുടെ റെസ്റ്റോറന്റിൽ വന്ന് ഫ്രീ ആയിട്ട് എല്ലാ ജോലിയും ചെയ്തു തരാം. പോരെ? അതിനെ എനിക്കിവിടെ പണി അറിയാവുന്ന ഷെഫുമാരുണ്ട്. അവരെ സഹായിക്കാൻ നല്ല ജോലിക്കാരികളുമുണ്ട്. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടേന്ന് പറയൂ. അതൊക്കെ സമയമാവുമ്പോ ഞാൻ പറയാം. തൽക്കാലം നീ ഇവിടെ നിന്ന് പോയി തന്നാ മതി. ഓ, ഇങ്ങനെ സസ്പെൻസ് ഇടല്ലേ എന്റെ ഹിറ്റ്ലറെ. കാര്യം എന്താന്ന് വെച്ചൊന്ന് പറഞ്ഞൂടെ? ഒരു കാര്യം 2 പ്രാവശ്യം പറയുന്നത് എനിക്കിഷ്ടമല്ല. തൽക്കാലം സ്ഥലം വിട്, എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. അതെ, മുമ്പ് എല്ലാത്തിനും കൂടെ പറഞ്ഞ സോറിയില് ഒരെണ്ണം ഞാൻ ഇങ്ങ് തിരിച്ചെടുക്കുവാണേ. നിങ്ങളെ കാട്ടുപോത്തെന്ന് വിളിച്ചില്ലേ, ആ സോറിയുടെ കാര്യം. അത് ഞാൻ ഇങ്ങ് തിരിച്ചെടുക്കുക. ചളുത്താനി കാട്ടുപോത്ത് തന്നെയാ.
ഇതെന്താ മൂന്നുപേരും കൂടി ഒരുമിച്ച് കയറുവാ? രഹസ്യം ചോർത്താൻ ഒറ്റയ്ക്ക് പോരാഞ്ഞിട്ടാണോ ഇവരെയും കൂട്ടി വന്നത്? ഏത് രഹസ്യവും സൂക്ഷിക്കാൻ നീ മിടിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ കള്ളവേഷം കെട്ടി നീ അമരാവതിയുടെ അകത്ത് വരെ കയറിയത്. നീ DK കണ്ടതിന്റെ രഹസ്യമൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ചിത്രേ, നീ അതങ്ങ് കൊടുക്ക്. സംസാരമൊക്കെ പിന്നെ ആവാം. ദാ അതങ്ങ് വാങ്ങിച്ചോ. എന്തേത്? നിനക്കുള്ള ഇൻവിറ്റേഷൻ കാർഡാ. DK ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചതാ. ഞങ്ങൾ 3 പേരും കൂടി നേരിട്ട് വന്ന് നിന്നെ ക്ഷണിക്കണമെന്ന്, അതും കുടുംബസമേതം. ഇനി നേരിട്ട് വന്ന് വിളിച്ചില്ലെങ്കിൽ ചിലപ്പോ ഞങ്ങളെ അങ്ങ് തൂക്കിലേറ്റം വിധിച്ചാലോ. അതുകൊണ്ട് പേടിച്ചു വന്നതാ. ഈ ക്ഷണം സ്വീകരിച്ച് കുടുംബസമേതം എല്ലാവരും വന്ന് ചടങ്ങിൽ പങ്കെടുക്കണം. തിന്നാനും കുടിക്കാനും ഒക്കെ ഇഷ്ടം പോലെ കാണും. അതെ, നിങ്ങളെ വീട്ടിനകത്ത് കയറ്റിയത് എന്റെ മര്യാദ. ഇപ്പൊ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോണ്ടല്ലോ, അത് പിന്നെ നിങ്ങക്ക് താങ്ങത്തില്ല. പറഞ്ഞേക്കാം. തിന്നാനും കുടിക്കാനും ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അല്ല, എന്തിനാ ഈ ക്ഷണക്കത്ത്? ഞങ്ങൾ എന്തിനാ കുടുംബസമേതം വരുന്നേ? അതിനുള്ള ബന്ധമൊന്നും അമരാവതിക്കാർക്ക് ഞങ്ങളോടില്ല. പരിഹസിക്കാനാണോ നിങ്ങളിവിടെ വന്നത്? ഇപ്പൊ ഞങ്ങളെ പരിഹസിക്കുന്നത് നിങ്ങളുടെ മകളല്ലേ? നിങ്ങൾ വന്ന കാര്യം പറയണം. അമരാവതിയിൽ അമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷന്റെ ക്ഷണക്കത്തായത്. പിന്നെ ആ ചടങ്ങിൽ വെച്ച് തന്നെ DKയുടെ ഭാവി വധുവിനെയും പ്രഖ്യാപിക്കും. ആ ഫംഗ്ഷന് നിങ്ങളെ ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. സമയവും തീയതിയൊക്കെ ആ കാർഡിലുണ്ട്. അതിന് ഞങ്ങൾ എന്തിനാ ക്ഷണിക്കുന്നത്? ഈ ക്ഷണക്കത്ത് തന്ന് വിളിച്ചോണ്ട് പോയി അപമാനിക്കാനാണോ? അങ്ങനെ അന്തസ്സ് കെട്ട് പെരുമാറുന്നവരല്ല ഞങ്ങള്. അയ്യോ, പിന്നെ അപമാനം കിട്ടുന്നതും ബഹുമാനം കിട്ടുന്നതും ഒക്കെ നിങ്ങളുടെ പെരുമാറ്റം പോലിരിക്കും. അല്ല, ആരെയാ കക്ഷി കല്യാണം കഴിക്കാൻ പോന്നേ? എന്തായാലും ഇവളെ പോലെ ഒരുത്തി ആയിരിക്കില്ല. അതെ, ഈ പാർട്ടിക്ക് വരണോ വേണ്ടോന്നൊക്കെ ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം. അയ്യോ, അങ്ങനെ പറയരുത്. നിങ്ങളെ ഫംഗ്ഷന് കണ്ടില്ലെങ്കിൽ DK വിചാരിക്കും ഞങ്ങൾ വന്ന് വിളിച്ചില്ലാന്ന്. വിളിച്ചതൊക്കെ ശരി, പക്ഷേ പഴയ ദേഷ്യം നിങ്ങൾ മറന്നെന്ന് ഞങ്ങൾക്കെന്താ ഉറപ്പ്? ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ കൊണ്ട് വന്നവളല്ലേ ഇവള്? ഇനി അവിടുത്തെ ഫംഗ്ഷന് വന്നിട്ട് മറ്റെന്തെങ്കിലും മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും പോലീസിനെ കൊണ്ട് വരില്ലെന്ന് ആര് കണ്ടു? അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചേക്കാ. അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാ. പക്ഷേ അന്ന് നിങ്ങളെ രക്ഷിക്കാൻ സാക്ഷാൽ DK തന്നെ വന്നില്ലേ? DK ഇപ്പൊ നിങ്ങളുടെ രക്ഷകനല്ലേ? ആ രക്ഷകൻ പ്രത്യേകം പറഞ്ഞിട്ട് തന്നെയാ ഞങ്ങളിപ്പൊ നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പോ ഫംഗ്ഷന് കുടുംബത്തോടെ വരണം. പിന്നെ വരുമ്പോ നല്ല അന്തസ്സായിട്ട് ഒരുങ്ങി വേണം വരാൻ. ഒരുപാട് അതിഥികൾ വരുന്നതാ. വാ മയേച്ചി, നമുക്കിറങ്ങാം. അതെ, എന്തായാലും വന്ന് വിളിച്ചതല്ലേ, നമുക്ക് പോവാം. DKയുടെ ഭാര്യയെ സെലക്ട് ചെയ്യുന്ന ഫംഗ്ഷന് നമ്മൾ എന്തിനാ മമ്മി വിളിച്ചത്? ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അവര് ഫംഗ്ഷന് വിളിച്ചു, നമ്മൾ പോകുന്നു. അതെ, നമുക്ക് കുറച്ച് നല്ല ഡ്രസ്സുകൾ വാങ്ങണം. അച്ഛനെ വിളിച്ച് ഞാൻ വേഗം വരാൻ പറയാം. ഇത് എന്റെ മരിച്ചുപോയ ഭാര്യയുടെ തീരുമാനമാണ്. അയ്യോ, അവളാ നിന്നെ സെലക്ട് ചെയ്തു. നീ ചോദിക്കുന്ന എന്തും ഞാൻ തരും. നീ എന്നെ വിവാഹം കഴിക്കണം. ഈശ്വര, അയാളിനെ എന്റെ പേരെങ്ങാനും പറയോ? 15 ദിവസത്തിനുള്ളിൽ നമ്മുടെ വിവാഹം നടന്നിരിക്കണം.
നടന്നേ തീരൂ, നടന്നേ തീരൂ, നടന്നേ തീരൂ, നടന്നേ തീരൂ. ഏയ് അതിനൊരിക്കലും വഴിയൊന്നുമില്ല. അയാളെ ഇത്രയും അപമാനിച്ച എന്റെ പേര് പറയാൻ ഒരു സാധ്യതയില്ല. എന്തായാലും വരാൻ പോകുന്ന പെണ്ണിന്റെ കഷ്ടകാലം, അല്ലാതെ എന്തു പറയാന്.